നമുക്ക് കുറച്ച് പൊങ്കൽ എക്സ്ക്ലൂസീവിലോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. വീഡിയോയിൽ വന്നേക്കണ ചേച്ചിനെ നമ്മൾ ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. നമ്മുടെ ഇനാഗ്രേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ചേച്ചിയാണ്, എന്തോ അന്നരാജൻ അങ്ങനെ എന്താണ് ഇവരുടെ പേര്. ഇവരെക്കുറിച്ച് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇവരിങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പക്ഷേ ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് ഈ വീഡിയോസ് എടുത്ത ഈ ക്യാമറ മാൻമാരോടാണ്. അത് ചിലപ്പോൾ മാൻ ആവാം, വേണമെങ്കിൽ വുമൺ ആകാം, ആര് വേണമെങ്കിലും ആകാം. എനിക്ക് പറയാനുള്ളത് അവരോടാണ്. പറയാം, നിങ്ങളുടെയൊക്കെ വീട്ടിലെ സ്ത്രീകൾ, അതായത് നിന്റെ അമ്മയോ നിന്റെ പെങ്ങളോ അല്ലെങ്കിൽ നിന്റെ ഭാര്യയോ അല്ലെങ്കിൽ നിന്റെ മക്കളോ ഭാവിയിൽ നാളെയോ അത് കഴിഞ്ഞിട്ടോ വന്നേക്കാം. അപ്പോഴൊക്കെ നീയൊക്കെ ഇങ്ങനെ ക്യാമറയും കൊണ്ടൊക്കെ നീയൊക്കെ പോകുമോ? അവൾമാരുടെ ചന്തിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടൊക്കെ നീയൊക്കെ പോകുമോ? സംശയം കൊണ്ട് ചോദിക്കണേ. മാര് പോയേക്കണത് അവരുടെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം, അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്സ്. ചിലരൊക്കെ സമ്മതിച്ചു കൊടുക്കണായിരിക്കാം എടുക്കാനായിട്ട്, അവരാരും നമുക്ക് പറയേണ്ട കാര്യമില്ല, കാരണം അവരങ്ങനെയാണ്. പക്ഷേ അതല്ലാത്ത ഒരുപാട് സ്ത്രീകൾ അവരൊക്കെ വന്നിട്ട് പോയിട്ട് അവരുടെ ഓരോ ഭാഗങ്ങൾ സൂം ചെയ്തെടുക്കുന്ന, നാളെ നിന്റെയൊക്കെ വീട്ടിൽ നിന്ന് പോരുന്ന സ്ത്രീകളുടെയൊക്കെ നീയൊക്കെ ഇങ്ങനെ സൂം ചെയ്തിട്ടുണ്ട്, നീയൊക്കെ സോഷ്യൽ മീഡിയ കൊണ്ട് ഇട്ട് കൊടുക്കൂടാ. നീയൊക്കെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സ്ഥലം ഒരു പുണ്യ സ്ഥലമാണ്. അത് ആദ്യം നീയൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നീയൊക്കെ ക്യാമറയും കൊണ്ടിട്ട് ഈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് മൊബൈലിൽ കൊണ്ട് കയറ്റി പിടിക്കാൻ. പക്ഷെ ഇനി വരാനിരിക്കുന്ന സ്ത്രീകൾ അങ്ങോട്ടേക്ക് വരാൻ നേരത്ത് അതായത് ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഈ കുന്ത്രാണ്ടോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എന്നൊരു സംഭവത്തിന് വേണ്ടിയിട്ട് നീയൊക്കെ കൂടി ബാക്കിയുള്ള സ്ത്രീകളുടെ സുരക്ഷിതത്വം കൂടി നീയൊക്കെ കവർന്നെടുക്കാനുള്ള ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെ ഒരു സ്ത്രീ വന്നിട്ട് ഈ പൊങ്കാലയിടാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നീയൊക്കെ ഈ വീഡിയോ പിടിച്ച് നടക്കാനല്ല നിന്റെയൊക്കെ പരിപാടി. നാളെ അങ്ങോട്ടേക്ക് വരാനായിട്ടൊരു സ്ത്രീ പേടിക്കുമല്ലോ. നാളെ അവർ പറയും വേണ്ട, അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് നീയൊക്കെ ഇങ്ങനെ എഴുന്നള്ളിച്ച് വീഡിയോസ് ഇടൂന്ന് പറഞ്ഞിട്ട് പിള്ളേര് വരാൻ പേടിക്കുമല്ലോടൊക്കെ നിന്റെയൊക്കെ ഈ ഫോട്ടോ എടുക്കൽ കാരണം. എന്ത് പറ്റിയിടാ? നിനക്കൊക്കെ അവിടെ പ്രായമുള്ള അമ്മച്ചിമാരുണ്ടായിരുന്നല്ലോ, ആ അമ്മച്ചിമാരുടെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ നിനക്കൊന്നും പറ്റിയില്ലേ? അതെന്ത് പറ്റി മോനെ? നിനക്ക് അതൊന്നും പറ്റിയില്ലേ? നീ ഈ വീഡിയോസ് ക്യാമറാമാനോടെ ചോദിക്കണത്, നിനക്ക് അതൊന്നും പറ്റിയില്ലേ? സ്ത്രീകളും അമ്മമാരൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവരൊന്നും വീഡിയോസ് നിനക്ക് വേണ്ടേ? ഈ ചെറിയ പെൺപിള്ളേരുടെ വീഡിയോസ് മാത്രം മതിയോ? അവരുടെ കട്ട് പീസും കാര്യങ്ങളൊക്കെ നിനക്ക് മതിയോ റീച്ച് കിട്ടാനായിട്ട്? നീയൊക്കെ ഓർക്കണം, നാളെയൊക്കെ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം നീയൊക്കെ ഓർത്തിട്ട് വേണം നീയൊക്കെ ഇങ്ങനെ ഓരോ തുള്ളലും കൊണ്ട് ഇറങ്ങാനായിട്ട്. ഇനി വേറൊരു കൂട്ടമുണ്ട്, ഇനി ഒരു ഓട്ടപ്പിടുത്തമുണ്ട്. അതായത് നടു റോട്ടിൽ കൂടി ചേച്ചിയമ്മ നടന്നു പോണേന്ന് പറഞ്ഞിട്ടൊരു ഓട്ടപ്പിടുത്തമുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. അതിൽ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു സ്ത്രീയാണ്. നോക്കൂ, ഈ വീഡിയോ നോക്കൂ. സൈഡിൽ നിന്ന് സൂം ചെയ്യുന്നു, ബാക്കിൽ നിന്ന് സൂം ചെയ്യുന്നു. ആഹാ, എന്താ അല്ലേ അന്തസ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു വീഡിയോ വെക്കാം. ഇത് ഈ ആനിച്ചേച്ചിയുടെ ഒരു വീഡിയോ ആണ്. ആ ചേച്ചിയുടെ ആ വീഡിയോയുടെ അടിയിൽ വന്നേക്കണ കമൻസ്, ഇത്രയും വായി നോക്കികൾ ഉണ്ടോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പുള്ളിക്കാരിയുടെ കാലാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്. ആ കാലിന് വരെ പറയാം, ഓ എന്തൊരു വെള്ള കാലാണ്, എന്താ ഒലിപ്പീരെന്ന് പറഞ്ഞതിൻ്റെ പൊന്നെ, നമുക്കൊന്നും പറയാൻ പോലും ഇല്ല. ഒരു കാല് കണ്ടിട്ട് ഓ പേപ്പർ വൈറ്റ് കാല്, ഓ എന്നാ കളറാ കാലിന്, അങ്ങനെ എന്തൊക്കെ വർത്തമാനം ഇവന്മാരൊക്കെ പറയണെന്നാണ് വിചാരിക്കണത്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെയൊക്കെ ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാൽ ശോചനീയമായിരിക്കും. ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു പുണ്യ സ്ഥലമാണ്. അവിടെയൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള കോപ്രായങ്ങളും ഈ പേക്കൂത്തുകളൊക്കെ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ട് എൻ്റെ ചേച്ചിമാരെ? നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പോസ് ചെയ്യാനാണെങ്കിൽ, നിങ്ങളുടെ ബോഡി എക്സ്പോസ് ചെയ്യാനാണെങ്കിൽ എന്തുമാത്രം സ്ഥലങ്ങളുണ്ട്, എത്രയോ പേര് നിങ്ങളുടെ പുറകെ നടക്കുന്നുണ്ട്. അതിന് വല്ലതും പോയാൽ പോരെ? എന്തിനാ ഇവിടെയൊക്കെ വന്നിട്ട് ഇത് കാണിക്കണം? എന്തിനാ? ഇവിടെ വീട്ടിൽ നിന്നൊക്കെ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ പോകുന്ന നേരത്തെ അമ്മമാരൊക്കെ 10 ദിവസം വ്രതം നോറ്റ് നോയമ്പെടുത്ത് അതുപോലെ വ്രതശുദ്ധിയിലൊക്കെ നിന്നിട്ടൊക്കെയാണ് ഈ ആറ്റുകാൽ പൊങ്കാല അമ്മയുടെ അടുത്തേക്ക് പോയി പ്രാർത്ഥിച്ച് ഓരോ വരങ്ങളും ദേവിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇന്നത്തേതിന് അതൊരു ഷോ ഓഫ് ആക്കി മാറ്റുകയാണ് ഇവരെ പോലുള്ളവരൊക്കെ വന്നിട്ട്. എക്സ്പോസ് ചെയ്യാൻ വരുന്നവരോടൊക്കെ പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ചേച്ചിമാരെ ഇതൊരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമൊന്നുമല്ല, ഇതൊക്കെ ഒരു പുണ്യ സ്ഥലമാണ്. സ്ഥലത്തിനെങ്കിലും തിരിച്ചറിയാനുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമുക്ക് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന ഒരു മലയാള തനിമയുള്ള മുഖമാണ് നമ്മുടെ ചിപ്പി ചേച്ചിയുടെ, അല്ലേ? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ കണ്ടിരിക്കുന്നത് ടി വിയിലും ന്യൂസിലൊക്കെ കണ്ടേക്കുന്നത് ചിപ്പി ചേച്ചിയുടെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും മുടങ്ങാതെ എല്ലാ രീതിയിലും, അതായത്
എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. എല്ലാ രീതിയിലും വന്നിട്ട് നല്ല ഭയഭക്തിയോടെ, നല്ല മനസ്സോടെ, നല്ല വ്രതശുദ്ധിയോടെ നോയമ്പ് നോറ്റ് ഭക്തിസാന്ദ്രമായിട്ട് വന്ന് ദേവിയെ വന്ന് കുമ്പിട്ട് പോകുന്ന ഒരാളാണ് നമ്മുടെ ചിപ്പി ചേച്ചി. ചിപ്പി ചേച്ചിയുടെ ഒരു വീഡിയോയിലോട്ട് കൂടി നമുക്കൊന്ന് കടന്നു നോക്കാം. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ആദ്യം കണ്ടില്ലേ അതുപോലത്തെ കുറെ നാറിയ വീഡിയോസ് എടുക്കാൻ വരുന്ന ഈ ഓൺലൈൻ മീഡിയാസ് ഉണ്ടല്ലോ, അവന്മാരെയൊക്കെ ചൂലും കെട്ട് കൊണ്ട് അടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഒരു ചേച്ചി പെരുമാറിയിട്ടുണ്ട്. ആ രംഗവും നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. സംസാരിച്ചു ഇനി നടക്കത്തില്ല, ഇവിടെ പരിപാടി നടക്കത്തില്ല. കാരണം ഞങ്ങളുടെ കലം പൊട്ടി ഇനി മര്യാദക്ക് ഇതിന്റെ മുട്ട മേളം ഉണ്ടാക്കും. എടുത്തു മാറ്റിക്കേ, മതി. ചാനലുകാരൊക്കെ പോയേ, മതി 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 മതി, നിർത്തിക്കേ, മതി. ശല്യം ചെയ്ത് ഇത്ര നേരം അവര് മര്യാദക്ക് സംസാരിച്ചു. ഇനി നടക്കത്തില്ല, 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 നടക്കത്തില്ല. ഇനി പറ്റത്തില്ല. ഇനി ബാക്കി കലം കൂടെ പൊട്ടാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ നിൽക്കും, പ്രശ്നം ഉണ്ടാക്കും. പോയെ ആര് മതി മതി, ചാനൽ മതി, പോയെ. ഇവിടെ ബഹളമുണ്ട്, പോലീസിനെ വിളിക്കും ഞങ്ങള്. കാരണം ഇത്ര നേരം എത്ര മര്യാദക്ക് നിന്നു. ഇതിലും വലിയ തമാശ എന്താണെന്നറിയാമോ? ഈ വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് എന്ന് പറയുന്നത് ആ ചേച്ചിക്ക് കുശുമ്പായിരിക്കും, ചിപ്പി ചേച്ചിയോട് കുശുമ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ അടിയിൽ വന്നേക്കണ കമന്റ്സ്. എനിക്കൊന്ന് ആലോചിക്കേ, എന്തിന്റെ പേരിലാണ് കുശുമ്പ് വേണ്ടത്? നീ ഒന്ന് പറഞ്ഞേ. ഒരു ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറയാൻ നേരത്തെ എല്ലാ സ്ത്രീകളും അത്രയും ഭക്തിയോടെയും അത്രയും ശുദ്ധിയോടെയും, അതായത് മനഃശുദ്ധിയും എല്ലാ രീതിയിലും ഒരുങ്ങിയിട്ടാണ് ഒരു സ്ത്രീ ആറ്റുകാൽ പൊങ്കാല, അതായത് എത്രയോ നമ്മുടെ കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും വന്നിട്ടാണ് സ്ത്രീകൾ വന്നിട്ട് ആറ്റുകാൽ പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. അവിടെ വന്നിട്ട് നീയൊക്കെ ഈ ഫോട്ടോ എടുക്കും, ഈ വീഡിയോ എടുക്കും ഒക്കെ നടത്തുമ്പോഴത്തേന് ആർക്കാണല്ലോ ഒരു ബുദ്ധിമുട്ടാവില്ലേ? നിനക്കൊന്നും അതൊന്നും ചിന്തിക്കാനുള്ള ഒരു തരത്തിൽ പോലും നിനക്കൊന്നും ഒരു തരി ബോധം പോലും ഇല്ല നിനക്ക്. അതുകൊണ്ടാണ് നീയൊക്കെ ഈ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് ആ ചേച്ചിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റ്സും മറ്റും ഇട്ടുകൊണ്ടിരിക്കുന്നത്. നാണമില്ലടാ നിനക്കൊക്കെ. നിന്റെയൊക്കെ വീട്ടിൽ നാളെ നിന്റെയൊക്കെ അമ്മമാര് വരുമ്പോഴും ഇങ്ങനെ തന്നെയൊക്കെ നീയൊക്കെ പറയണം കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, നിന്റെ ഭാര്യയും നിന്റെ മക്കളും വരണം. അപ്പോഴേ നിനക്കൊക്കെ ഈ കാണിക്കുന്നതിന്റെ വേദന ഉണ്ടെന്ന് നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ. എനിക്കിനി പറയാനുള്ളത് സാധാരണക്കാരായ സ്ത്രീകളോടാണ്. ഇതുപോലെ അവന്മാര് വല്ല വീഡിയോസും നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സ് ഒക്കെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ, അതായത് വീഡിയോ ഷൂട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവന്മാർക്കെതിരെ അവിടെയുള്ള ഒരു ചട്ടി ഉടഞ്ഞു പോയെങ്കിലും കുഴപ്പമില്ല, ആ കലം എടുത്ത് അവന്മാരെ തലയ്ക്കേണ്ടത് ഉടയ്ക്കണം. അതാ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വല്ല ചൂലും കൊണ്ട് അടിക്കണം. അങ്ങനെ വേണം ഇവന്മാരെ പോലുള്ളവന്മാരോടൊക്കെ പ്രതികരിക്കാനായിട്ട്. അല്ലാതെ ഇവനൊക്കെ ഈ പോക്കറത്തുറയൊക്കെ കാണിച്ചുകൊണ്ട് ഈ നടക്കുമോ? സ്ത്രീ പൊങ്കാലയ്ക്ക് വരാൻ നേരത്തെ ഒന്നും ഓർക്കുമല്ലോ, അയ്യോ നാളെ പൊങ്കാലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇവന്മാര് നാളെ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മളെ പൊങ്കാല ഇടുന്നെന്ന് ബാക്കിയുള്ള സ്ത്രീകളും കൂടി ചിന്തിക്കുമല്ലോ. അതാണ് ഇപ്പൊ പോകുന്ന അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരെ തന്നെ വേണം. ഇങ്ങനെയുള്ള അവന്മാര് മൂലം മര്യാദയ്ക്കൊന്ന് മനുഷ്യന് നല്ല ഭക്തിയോടെ നല്ല മനസ്സ് നിറഞ്ഞ് ഒന്ന് ദൈവത്തിനെ ഒന്ന് വിളിക്കാനും കൂടി പറ്റില്ലല്ലോ. അതായത് ഈ സ്ത്രീകൾ ദിവസങ്ങളോളം വ്രതമൊക്കെ നോറ്റ് അതായത് അമ്മയെ കാണാൻ വേണ്ടി വരുക വർഷത്തിലൊരിക്കല്. ആ ദിവസം പോലും ഇവന്മാരെ പോലെയുള്ള കുറെ ഊളകൾ, കുറെ എരപ്പാളികള് വെറുതെ വിടില്ല എന്ന് വെച്ച് നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവനോടൊക്കെ ഇവന്മാരോടൊക്കെ ശക്തമായി തന്നെ സ്ത്രീകൾ പ്രതികരിക്കണം ചെയ്യണം. ഈ സോഷ്യൽ മീഡിയാസില് കുറെ അവളുമാരുണ്ട്, ശരീരം പ്രദർശിപ്പിക്കാനായിട്ടൊക്കെ നടക്കുന്ന കുറെ അവളുമാരുണ്ട്. ഇവന്റെയൊക്കെ വിചാരം എല്ലാ സ്ത്രീകളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഇവന്റെയൊക്കെ വിചാരം. ഒന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങ് സ്റ്റാർ ആവാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണെന്നാണ് ഇവന്മാരുടെയൊക്കെ വിചാരം. ആ വിചാരം നമ്മൾ മാറ്റി കൊടുക്കുക തന്നെ ചെയ്യണം. എല്ലാ പെണ്ണുങ്ങളെ പോലെ അല്ല മറ്റ് സ്ത്രീകളൊന്നും മനസ്സിലാക്കണം. മാനം അഭിമാനമുള്ള സ്ത്രീകളും ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്.